പാലസ്തീൻ പ്രേമികളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ധാർഷ്ട്യം ചൊടിപ്പിച്ചിരിക്കുകയാണ്. പാലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകാൻ അനുവദിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം സുധാകരനെ വല്ലാണ്ടങ്ങ് ചൊടിപ്പിച്ചു. സുധാകരൻ നെതന്യാഹുവിനെ വിരട്ടുകയും ചെയ്തു. ഇതോടെ കേരളത്തിൽ എത്രത്തോളം പാലസ്തീൻ പ്രേമികൾ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. നെതന്യാഹുവിന് കേരളത്തിൽ നിന്നൊരു വിരട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് CPM നേതാവും മുൻ മന്ത്രിയുമായ സുധാകരൻ പറഞ്ഞത്. പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലാണ് സുധാകരന്റെ പ്രസ്താവന. ഹമാസ് തിരിച്ചടിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ പുനഃസംഘടിപ്പിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെടുകയായിരുന്നു. ഹമാസ് അത്ര വലിയ ഭീകര സംഘടനയൊന്നുമല്ല. ഹമാസ് തിരിച്ചടിക്കണം, ആധുനിക ആയുധങ്ങൾ സമാഹരിക്കണം, ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ ബോംബ് വീണാലേ പ്രശ്നം അവസാനിക്കൂ. ഇതുപോലെ അതിക്രമം ലോകത്ത് എവിടെയും നടന്നിട്ടില്ല. എന്തിനാണ് ഐക്യരാഷ്ട്രസഭ? ഇസ്രയേലിനെതിരെ പ്രമേയം കൊണ്ടുവന്നാൽ അമേരിക്ക വീറ്റോ ചെയ്യും. ആർക്കും വീറ്റോ പവർ വേണ്ട. ഇന്ത്യ അനങ്ങുന്നില്ല, കാരണം ഇസ്രയേലുമായി സൗഹൃദമാണ്. റഷ്യയെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഗൂഢാലോചനയാണ് യുക്രൈൻ യുദ്ധത്തിന് കാരണം.